അണ്ണാ വണ്ടി ഒന്ന് സൈഡാക്കണ്ണ. എന്തിനടേ അണ്ണാ ഇത്തിരി വണ്ടി നിർത്തണ്ണ, ഇപ്പൊ എടുക്കണം. നിർത്തൂല. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാ, നിങ്ങൾ നിർത്തൂലേ? ഇപ്പൊ നമ്മളായണ്ട അളിയ ഒന്ന് പറയാളിയാ വണ്ടി നിർത്താൻ. അണ്ണാ ഒന്ന് നിർത്തണ്ണ വണ്ടി. ഇല്ല, ഞാൻ ഈ മന്ത്രിയുടെ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അയ്യോ, തോക്കാണിച്ച് പേടിപ്പിക്കല്ലേ, നിർത്തി തരാം. കളിത്തോക്കാണെന്ന് അണ്ണൻ മറന്നുപോയി. തോക്ക് മാറ്റി വീടാ. മാറ്റിയണ്ണ. കുനിഞ്ഞ് നിന്ന് അടിച്ചു പറഞ്ഞ ടീമുകളാണ്. കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പെട്ടി സൂക്ഷിച്ചോളേ. ഓ, എനിക്കണിയാ. നിനക്കും പെടുക്കണ. വരൂ, പെടുക്കൂ. ഡേയ്, ഇതെങ്ങോട്ട് പോണു? നിനക്ക് പെടുക്കാൻ എനിക്കൊരു ചായ കുടിച്ചിടേ. അതിന് ഈ കൊണിയും കൊണ്ട് അങ്ങോട്ട് പോകണം. അയ്യോ, ഏപ്പിച്ചിട്ട് പോകാൻ പറ്റിയ മോങ്ങള് ചിലപ്പോ നീയൊക്കെ എടുത്ത് തിന്നാലാ. ഒരു ചായ കുടിച്ചിട്ട് വരണ. അണ്ണ ഒരു 6 പൊറോട്ട, ബീഫ് കറി, ഉള്ളിയുടെ ഒരു ആംലെറ്റ്. വിശക്കുണ്ട്, പെട്ടെന്ന് തരി. ഒരു വിത്തൗട്ട് ചായ, 2 അണ്ണാ ഒരു കാലി ചായ അടിക്കും. തോക്കവന്റെ കിടുങ്ങാമണിയിലോട്ട് വെച്ചോ. ശരിയാണോ? ഞാനൊന്ന് പെടുത്തിട്ട് വരാം. പോലീസ് ചായ കുടിക്കാൻ വന്നാട്ടെ. പോലീസ് ഇങ്ങോട്ട് നോക്കടാ. പോലീസറാ. ചായ, 2 ചായ. സാർ. സ്വാമി, ഇതെന്തോ ഈ ഇറച്ചിയൊക്കെ കഴിക്കുന്നേ? മലയ്ക്ക് പോയിട്ട് വരണ വഴി. ഇപ്പം പഴയതുപോലെയല്ല, ഭയങ്കര തേരി, അതിന്റെ ക്ഷീണം. ഇതെന്തോടെ അതിനകത്ത്? നെയ്ത്തേങ്ങ. നെയ്ത്തേങ്ങ ഈ ഷേപ്പില്? പ്രസാദം കൊച്ചിന് കൊടുക്കാൻ. പെട്ടിക്കകത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ കയറുമ്പോയിരിക്കും. എന്തേ നോക്കട്ടെ. സാറേ, നോക്കട്ടെ. വേറൊരാളിൽ തൊട്ട് പിടിച്ചോളാ. അയ്യോ, ബോംബ്! അയ്യോ, ബോംബ്! ഓടിക്കോളാ! ഓടിക്കോ! ഓടിക്കോ! അയ്യോ, ബോംബ്! ഓടിക്കോ! ബോംബ്! ഓടിക്കോ! സ്വാമി തിന്തകത്തോം തോം അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം തോം. അയ്യപ്പോ, എന്തോ വണ്ടിയിലോട്ട് കയറ്, പമ്പയിലിറക്കാം. ഓ, സ്വാമി തിന്തകത്തോ അയ്യപ്പ തിന്തകത്തോ സ്വാമി തിന്തകത്തോ. ഫേസ്ബുക്കിലൂടെയുള്ള പരിചയം, ആദ്യം ചില്ലറ ഫ്ലേട്ടിങ്,
രണ്ടുപേർക്കുമുള്ള പൊളിറ്റിക്കൽ കണക്ഷൻസ് നിങ്ങളെ കുറച്ചുകൂടി അടുപ്പിക്കുന്നു. ഭർത്താവിന് വേണ്ടുന്ന സപ്പോർട്ട് ഡൽഹിയിൽ തരുൺ സിംഗ് കൊടുത്തു തുടങ്ങിയപ്പോൾ അയാളിലുണ്ടായ വിശ്വാസം. ആദ്യം ഒന്ന് ഇക്ലിപ്പെടുത്താൻ അയച്ചു തുടങ്ങിയ ഫോട്ടോസിൽ നിന്നും ന്യൂഡ് ഇമേജസിലേക്കും വെബ്ക്യാം സ്ട്രിപ്പിങ്ങിലേക്കും കാര്യങ്ങൾ നീണ്ടു. യൂഷ്വൽ സ്റ്റോറി. പക്ഷേ ഇതെല്ലാം തരുൺ സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ലിൻഡ കുഞ്ഞ് അറിഞ്ഞില്ല. ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും കൊച്ചിനെ കുറ്റം പറയില്ല. കാരണം കൊച്ചിൻ്റെ കെട്ടിയനെ ഞാൻ നന്നായിട്ട് അറിയും. സുഖിപ്പിക്കുകയാണെന്ന് കരുതരുത്. നല്ല നമ്പർ 1 ഉണ്ടാക്കാനാ. കെട്ടിയനെ മാത്രമല്ല, അമ്മായിയപ്പനെ വളരെ അടുത്തറിയാം. സത്യം പറഞ്ഞാൽ കോച്ച് സാർ എനിക്കൊരു ചേട്ടനെ പോലെ. എടാ ജിമ്മിയേ, ഇതിലൊരു പൂച്ചക്കുഞ്ഞിനെ നീ നേരത്തെ തന്നിട്ടുള്ളതാണല്ലോടാ. എൻ്റെ കോച്ച് സാർ അത് അവളുടെ ചേച്ചിയായിരുന്നു. എടാ, ഒരേ ഫാമിലിയിൽ നിന്ന് 2 എണ്ണത്തിനെ പറ്റത്തില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലായോ? ദേ, ഇതിനുള്ള കാശുണ്ടല്ലോ, ഞാൻ തരത്തില്ല. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ലിൻഡ. ഇവിടെ നിന്ന് ലിൻഡയുടെ അപ്പൻ്റെ 10 കോടി കള്ളപ്പണം ഡയമണ്ട്സും സോളിറ്ററും ആക്കി മെട്രോ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റിയത് ഞാനാണ്. ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഈ കിടുതാപ്പി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കൊച്ചിൻ്റെ തുണിയില്ലാത്തവിടെ ഈ ലോകം കണ്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ? 10 കോച്ച് സാറിനെ മേടിക്കാനുള്ള കാശ് കുഞ്ഞിൻ്റെ അപ്പം തരകൻ സാറിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലീൻ ഡീല് ഞാൻ പറയാം. ഈ ഐപാഡ് ഞാൻ അങ്ങോട്ട് തരുന്നു. മെട്രോ ബാങ്കിലെ ലോക്കറിലേക്ക് പോയ പെട്ടി ഇങ്ങോട്ടും തരണം. തരുണിന്റെ ഐപാഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? സത്യം പറയാലോ, കളഞ്ഞു കിട്ടിയതാ കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന്. ഹലോ, ഞാൻ സ്ട്രെയിറ്റ് വർക്കൗട്ടിൻ്റെ ആളാ. ഇതിന് വേറെ കോപ്പിയോ പ്രിൻ്റ് ഔട്ടോ ഒന്നുമില്ല. കാശ് തരുന്നു, മാനം കാക്കുന്നു. പിന്നെ വലിയ കൺസേൺ ഒന്നും വേണ്ട തരുൺ സിംഗിനെ കുറിച്ച്. ഒന്ന് സ്ക്രോൾ ചെയ്ത വേറെയും കുറേ ലിൻഡമാരെ കാണാം അതിനകത്ത്. എൻ്റെ കൊച്ച് അവനൊരു ഇൻ്റർനാഷണൽ കോഴിയാണ്. അപ്പോൾ ഇങ്ങനെ റെഡിയാവുമല്ലേ? ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആയതുകൊണ്ട് വലിയ മെനക്കേടില്ലാതെ അതങ്ങ് എടുക്കാം. എടാ, നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ കയ്യിലിരിക്കുന്നതൊരു ബോംബാ. പോലീസിൻ്റെ അടുത്തോ പ്രേംസാഗറിൻ്റെ അടുത്തോ ചെന്ന ആദ്യം അകത്താകാൻ പോകുന്ന നീ ആയിരിക്കും. നീ പഴയ മീനങ്ങാടി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരത് കേൾക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ജിമ്മിയണ്ണനൊന്ന് വിളി. അണ്ണനാവുമ്പോൾ പഞ്ചത്തിലങ്ങ് കാര്യം തീർത്തോളും. പറടാ. നിനക്ക് സ്വന്തമായിട്ടൊരു ടാക്സി കാർ വേണോ അതോ പ്രേംസാഗറിൻ്റെ ഉമ്മ വേണോ എന്നാലോചിച്ച് തീരുമാനിക്കും. ഉമ്മ വേണ്ടെങ്കിൽ ആ CD ആയിട്ട് നീ ഗോഡൗണിലേക്ക് വാ.